എലപ്പുള്ളിയിലെ വിവാദ മദ്യക്കമ്പനിയിൽ നിന്നും പാലക്കാട്ടെ സിപിഎമ്മും കോൺഗ്രസും കോടികൾ സംഭാവന വാങ്ങിയെന്ന ആരോപണവുമായി ബിജെപി. അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ബിജെപി വെല്ലുവിളിച്ചപ്പോൾ രേഖകൾ പുറത്തുവിടാൻ സിപിഎമ്മും കോൺഗ്രസും വെല്ലുവിളിയുമായി എത്തി. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ അനുമതി നൽകുന്നതിന് സിപിഐഎം, കോൺഗ്രസ് പാർട്ടികൾ ഒയാസിസ് കമ്പനിയിൽ നിന്നും കോടികൾ സംഭാവന വാങ്ങിയെന്നാണ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ ആരോപണം. രണ്ട് പാർട്ടികളും ഒയാസിസ് കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വലിയ തോതിലുള്ള തുകയാണ് സംഭാവന എന്നുള്ള പേരിൽ സ്വീകരിച്ചിട്ടുള്ളത്. CPM വഴിവിട്ട് കമ്പനിക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ തുടക്കത്തിൽ വന്നിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് CPMന്റെ ജില്ലാ നേതൃത്വത്തിന്, ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ച സംഭാവന. 2 കോടിയല്ല 2000 രൂപ ഒയാസിസിന്റെ പക്കലിൽ നിന്ന് സംഭാവന വാങ്ങിയത് തെളിയിക്കാൻ സിപിഐഎം ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ബിജെപിയെ വെല്ലുവിളിച്ചു. സിപിഐഎം അക്കൗണ്ട് ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും സുരേഷ് ബാബു. ഏതെങ്കിലും ഒരു കമ്പനി, ഏതെങ്കിലും ഒരു സ്ഥാപനം BJPയെ പോലെ കോൺഗ്രസിനെ പോലെ സ്വാധീനിക്കാൻ CPMന് കഴിയുമെന്ന് ഈ രാജ്യത്ത് ഒരാളും വിശ്വസിക്കില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട മാർഗത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സമ്മാനമായി സ്വീകരിച്ചാൽ പോലും അത് പരിശോധിക്കുന്ന പാർട്ടിയാണ് CPM. കോൺഗ്രസ് സംഭാവന വാങ്ങിയത് തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നായിരുന്നു DCC പ്രസിഡന്റ് A തങ്കപ്പന്റെ പ്രതികരണം. പാർട്ടിയിൽ ഒറ്റപ്പെട്ടപ്പോൾ വാർത്തകളിൽ ഇടം നേടാനാണ് സി കൃഷ്ണകുമാറിന്റെ ശ്രമമെന്നും DCC പ്രസിഡന്റിന്റെ തിരിച്ചടി. ഈ ഒയാസിസ് എന്ന ബ്യൂറി കമ്പനിയിൽ നിന്ന് 1 രൂപ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പൊതുജീവിതം അവസാനിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പൊതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവണം. ആരോപണമുന്നയിച്ച BJPക്കെതിരെ ഇരു പാർട്ടികളും ഒന്നിച്ചു രംഗത്തെത്തിയതോടെ വെല്ലുവിളി ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് മലയാളം, പാലക്കാട്.